എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾ തന്നെയാണ്. ഒരുപാട് കുട്ടികൾ നമ്മളെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, KCB സബ് എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ പ്രതീക്ഷിക്കാമോ? അങ്ങനെ കേട്ടല്ലോ, പെട്ടെന്ന് വരും, അല്ലെങ്കിൽ എക്സാം ഉടനെ കാണും എന്നൊക്കെ പല തരത്തിലുള്ള കൺഫ്യൂഷൻസ്. അപ്പോൾ ഇത് നമ്മുടെ കോളുകളായിട്ടും വാട്സാപ്പിലുമായിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ വിളിക്കുന്നുണ്ട്. ശരിക്കും ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം നമ്മുടെ സ്റ്റുഡൻറ്റ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് തന്നെ നമ്മളോട് സജസ്റ്റ് ചെയ്താണ് ഇങ്ങനൊരു വീഡിയോ ചെയ്താൽ നല്ലതായിരിക്കുമെന്ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് KCB സബ് എഞ്ചിനീയർ എക്സാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ 8 മാസം മുമ്പ്, അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി നോക്കാം, 8 മാസം മുമ്പ് നമ്മുടെ ഇതേ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. വീണ്ടും എൻക്വയറീസും അതുപോലെ തന്നെ പല കൺഫ്യൂഷൻസ് വന്നപ്പോൾ അതിനുശേഷം 1 മാസം കഴിഞ്ഞിട്ടും ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് 7 മാസം മുമ്പ് 8 മാസം മുമ്പ് ഞാൻ 2 വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചെയ്തിരുന്നു. സത്യം പറയുകയാണെങ്കിൽ അന്ന് പറഞ്ഞതാണ് എനിക്ക് ഇന്നും പറയാനുള്ളത്. KCBയിൽ നിന്നോ PSCയിൽ നിന്നോ, അതായത് ഈ എക്സാം വരുമോ അല്ലെങ്കിൽ എപ്പോൾ വരും, എപ്പോഴാണ് വരുന്നത്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാൻ പറ്റുന്ന 2 ആൾക്കാരേ ഉള്ളൂ, കേരള PSCയും KCBയും. അവരുടെ ഒഫീഷ്യൽ ഫോറത്തിലോ ഒരിടത്തും തന്നെ നമുക്ക് ഒരു ഇൻഫർമേഷനും ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായി ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ പല കുട്ടികളും നമ്മളോട് കംപ്ലയിൻറ്റ് പറയുകയാണ്, നിങ്ങൾ എന്താണ് സബ് എഞ്ചിനീയറിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാത്തത്, സബ് എഞ്ചിനീയറിൻ്റെ ബാച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ള കംപ്ലയിൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ സംഗീത മാഡത്തിനോടൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, അതായത് എന്താണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാത്തതെന്നുള്ളത്. അന്ന് പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഇന്നും പറയാനുള്ളത്. നമ്മളുടെ ഒരു പോളിസി വെച്ചിട്ട് ഒഫീഷ്യലായിട്ടൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയാണ്. അത് ഏതെങ്കിലും ഒരു ഫോറത്തിലൂടെ, കേരള PSCയിലോ KCBയിലോ എവിടെയെങ്കിലും നമുക്ക് ഒഫീഷ്യലി ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ഉടനെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഉടനെ നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ ക്ലാസ് തുടങ്ങുന്നുണ്ടാവും. അതായത് സബ് എഞ്ചിനീയറിന് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. കുട്ടികളുടെ ഈ ഒരു ക്വയറീസ് ഇത്രയധികം വരുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷവും അഭിമാനമാണ്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ തവണത്തെ നമ്മുടെ സബ് എഞ്ചിനീയറിൻ്റെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ മോർ ദാൻ 60%, അതായത് 941 പേര് മെയിൻ ലിസ്റ്റിലുള്ളതിൽ 567 കൂടുതൽ ആൾക്കാർ കൺഫേംഡ് ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ആണ്. നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരും ഉണ്ട്. ഇനി ആദ്യത്തെ 10-ൽ 7 പേരും ആദ്യത്തെ 5-ൽ തന്നെ 4 പേരും നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് തരുന്ന ഒരു പ്രതീക്ഷയും അതുപോലെ നമുക്ക് തരുന്ന ഒരു അംഗീകാരമൊക്കെ വലിയതാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതോടുകൂടി തന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്വം അത്രയധികം കൂടുതലാണ്. അപ്പം നമ്മളൊരു സബ് എഞ്ചിനീയർ ബാച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി എന്തായാലും ഉണ്ടാവണം, എക്സാം ഉടനെ വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളത് തുടങ്ങാത്തത്. ഇനി തീർച്ചയായിട്ടും നേരത്തെ പഠിച്ച് തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ അതിൻ്റെതായ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച്, ഞങ്ങൾ 8 മാസം മുമ്പ് സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വരികയാണ്. ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ 8 മാസമായി, എന്നിട്ടും ഇതുവരെ ഈ എക്സാമുമായി ബന്ധപ്പെട്ട് നമുക്ക് അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചോദിക്കില്ല, അപ്പം സബ് എഞ്ചിനീയറിൻ്റെ ബാച്ച് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ സബ് എഞ്ചിനീയറിൻ്റെ എക്സാം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫാൾസ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇനി KCB സബ് എഞ്ചിനീയറിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് തുടങ്ങാതിരിക്കാൻ ഞങ്ങൾക്ക് മറ്റൊരു പ്രധാന കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മുടെ കയ്യിലെ ഏറ്റവും മികച്ച കണ്ടന്റ്, അതായത് നമ്മുടെ കോർ സബ്ജക്ട്സ് എല്ലാം നമ്മുടെ ഏറ്റവും എക്സ്പേർട്ട് ഫാക്കൽറ്റീസ്, ഈ എക്സാംസ് ഒക്കെ പലതവണ ക്വാളിഫൈ ചെയ്ത ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സും അതിനോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അതുപോലെ തന്നെ റിവിഷൻ ത്രൂ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പാറ്റേണും എല്ലാം അനുസരിച്ച് അപ്ഡേറ്റും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല PYQs 2020 മുതൽ 25 വരെ നടന്നിട്ടുള്ള പരീക്ഷകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള PYQ ടെസ്റ്റുകളെല്ലാം നമ്മുടെ കോഴ്സസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം ഒരു ജോലി കിട്ടിയിട്ട് അത് കളഞ്ഞിട്ട് മാറ്റി നിന്ന് പഠിക്കുന്ന ആൾക്കാരൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് പഠിക്കട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമുക്കൊരിക്കലും അവരോടൊരു അഷുറൻസ് കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയില്ല ഈ എക്സാം ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞ് വരാം, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഓൾറെഡി ഗൾഫിലൊക്കെ ഒരു ജോലി കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇതിനിരുന്ന് പഠിക്കട്ടെ എന്ന് ചോദിക്കുന്ന ഒരാളോട് നമുക്ക് ഒരിക്കലും 100% ആയിട്ട് പറയാൻ പറ്റില്ല ഈ എക്സാമിന് വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ലോങ് ടേം ആയിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻ ആവും. പക്ഷേ ഇതിന് വേണ്ടി മാത്രം ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ഈ പറയുന്ന പോലെ നിങ്ങളെ തന്നെ നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ ഓപ്ഷൻസിനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു ലിമിറ്റ് ചെയ്യാണ്. അത് വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങുന്നവർക്ക് നേരത്തെ കൂടി തന്നെ പഠിച്ചു തുടങ്ങാം. ഏറ്റവും നല്ല സ്ട്രാറ്റജി നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നേരത്തെ പഠിച്ചു തുടങ്ങുക എന്ന് തന്നെയാണ്. അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങാനായിട്ട് നമ്മൾ വേറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നും ഇന്നും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതൊരു നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിരിക്കരുത് നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിരിക്കരുത് നമ്മൾ ഒരിക്കലും പഠിക്കേണ്ടതും പ്ലാൻ ചെയ്യേണ്ടതും. നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണോ, നമ്മളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് നമുക്ക് എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതിനെല്ലാം കോംപ്രിഹെൻസീവായിട്ട് പഠിക്കുക. നിങ്ങൾ ഈ കഴിഞ്ഞ തവണത്തെ സബ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ തന്നെ എടുത്തോളൂ. ടോപ്പിൽ വന്ന പലരും
ഈ പറയുന്ന പോലെ എല്ലാ എക്സാംസിനും ഒരുമിച്ച് പഠിച്ചവരാണ്. അതിൽ ഡിപ്ലോമ മാത്രമുള്ളവരുണ്ടായിരുന്നു നമ്മുടെ സ്റ്റുഡൻസ്, അവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ബിടെക് ഉള്ളവരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എല്ലാ പരീക്ഷ അവരെ കൊണ്ട് പറ്റുന്ന പരീക്ഷകളെല്ലാം പഠിക്കും, അത് എഴുതും. എന്നിട്ട് അവർക്കപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കിട്ടും. അതിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള ജോലിയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവിൽ വന്ന പല ആൾക്കാർ, അതായത് സബ് എഞ്ചിനീയർ ടോപ്പേഴ്സിൽ വന്ന പല ആൾക്കാരും ഇപ്പോൾ സബ് എഞ്ചിനീയേഴ്സ് അല്ല, അവർ ചിലപ്പോൾ ആയിട്ടോ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടോ ലെക്ചറായിട്ടോ ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ വേണം നടത്താനായിട്ട്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ പ്രിപ്പറേഷൻ നടത്താൻ താല്പര്യമുള്ളവർക്ക് ലോങ് ടേം ആയിട്ട് പഠിക്കാം. അതിന് സെപ്പറേറ്റ്, അതാണ് ഞാൻ പറഞ്ഞത്, അതിന് വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നടത്തുക, പാരലായിട്ട് ചെയ്യുക. ഒരു എക്സാം വരുമ്പോഴല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാ ദിവസവും ഒരു ലേണിംഗ്, ഒരു സ്റ്റഡി മോഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഏത് എക്സാം വരും നിങ്ങൾ തന്നെ ആലോചിക്കുക. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ എക്സ്ക്ലൂസീവ് ബാച്ച് ഇതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഡിപ്ലോമ ലെവൽ എക്സാംസിനും എല്ലാത്തിനും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ലോങ് ടേം ഡിപ്ലോമ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇനി എല്ലാ എക്സാമും ഡിപ്ലോമ, ITI, ഡിഗ്രി എല്ലാത്തിനും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സൂപ്പർ ബണ്ടിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അന്നേ പഠിച്ചു തുടങ്ങിയിട്ട് നിങ്ങൾ ആലോചിച്ചാൽ ഇപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വന്നു, അവർക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് പഠിച്ചത് റിവൈസ് ചെയ്ത് പോയാൽ മതി. അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഫേസ് എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി നേരത്തെ പഠിച്ചു തുടങ്ങാൻ പറ്റാത്തവരാണെങ്കിൽ ഒരു ടെൻഷൻ വേണം, നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങും. ഇത് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്ന വരട്ടെ, എന്തായാലും വരുമല്ലോ. പക്ഷേ എപ്പോഴാണ് നമുക്ക് അറിയില്ല, നമുക്ക് ഒഫീഷ്യലി ഒരു കൺഫർമേഷൻ കിട്ടാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക, ബേസിക്സ് തൊട്ട് ഫൗണ്ടേഷൻ തൊട്ട് വൃത്തിയായി പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഈ എക്സാം നോട്ടിഫിക്കേഷൻ എന്ന് വന്നാലും PSC എത്ര നേരത്തെ എക്സാം നടത്തിയാലും നമുക്ക് എന്താണ് കോൺഫിഡൻ്റ് ആയിട്ട് പോയി എഴുതാൻ പറ്റും, നേരത്തെ കൂട്ടി പഠിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മളോടൊത്ത് നേരത്തെ പഠിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ, അതായത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്ക് പഠിക്കണം, അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മാത്രമല്ല ഡിപ്ലോമ ലെവലിൽ വരാൻ സാധ്യതയുള്ള എല്ലാ പരീക്ഷകൾക്കും പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കായിട്ട് നമ്മളൊരു ഓൾറെഡി ലോങ് ടേം ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഡിപ്ലോമ ലെവൽ മാസ്റ്റർ കോഴ്സ് ഫോർ ഇലക്ട്രിക്കൽ എക്സാംസിന് വേണ്ടി നമ്മളൊരെണ്ണം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 200+ ടെക്നിക്കൽ പ്രാക്ടീസ്, ഞാൻ നേരത്തെ പറഞ്ഞ PYQ ടെസ്റ്റുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അടങ്ങുന്ന ടെസ്റ്റ് സീരീസ് ഉൾപ്പെടുന്ന ഡിപ്ലോമ ലെവൽ എക്സാംസിന് എല്ലാത്തിൻ്റെയും സിലബസ് കവർ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു കോഴ്സിൻ്റെ വാലിഡിറ്റി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന അന്ന് മുതൽ 500 ദിവസമാണ്. അപ്പോൾ ഈ 500 ദിവസത്തിനകം വരുന്ന എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഇനി അതല്ല നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ അല്ല, അതിനെക്കാട്ടി ഉയർന്ന ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലോങ് ടേം ബാച്ചസ് ഏത് വേണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിലെല്ലാം നമ്മൾ ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ഫ്രീ 2026 വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ഫീ സിലബസ് ആഡ് ഓൺ ഏതൊക്കെയാണ്, ഡിപ്ലോമ മാസ്റ്റർ കോഴ്സിലും ഈ 2 സൂപ്പർ ബണ്ടിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എൻഷുർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ബാച്ചിലും ഡിപ്ലോമ മാസ്റ്റർ കോഴ്സ്, സൂപ്പർ ബണ്ടിൽ വിത്ത് SSC RRB, ഇതിലെല്ലാം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറേയും ആഡ് ഓൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോങ് ടേം ആയിട്ട് പഠിക്കണമെന്നുള്ളവർക്ക്, വരാൻ പോകുന്ന എക്സാംസിനെല്ലാം പഠിക്കണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഈ 3 ബാച്ചസിലോ, അതല്ല ഡിഗ്രി ലെവൽ എക്സാംസ് മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ളവർക്ക് ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചിലോ, ഇതിലൊക്കെ നിങ്ങൾക്ക് 500 ദിവസത്തെ വാലിഡിറ്റി ആണുള്ളത്. അപ്പോൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ പ്രിപ്പറേഷനെ ലിമിറ്റ് ചെയ്യരുത്. ആ ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബാച്ചസിലെല്ലാം തന്നെ, അതായത് ഒന്നിലധികം എക്സാംസിനെ കവർ ചെയ്യുന്ന ബാച്ചസിലെല്ലാം തന്നെ നമ്മൾ ക്ലാസ്സസ് വ്യക്തമായിട്ട് ഡിവൈഡ് ചെയ്ത് കോർ ടോപ്പിക്സ്, സ്പെഷ്യൽ ടോപ്പിക്സ് ആസ് പെർ ഡിപ്ലോമ ITI സിലബസിന് മാത്രമായിട്ട് പഠിക്കാനായിട്ട് എല്ലാം ഈ രീതിയിൽ അറേഞ്ച് ചെയ്തും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ പഠിക്കാം. ലോങ് ടേം ആയിട്ട് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്, കോംപ്രിഹെൻസീവ് ആയിട്ട് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ പ്രിപ്പറേഷനെ ലിമിറ്റ് ചെയ്യരുത്. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം നമ്മുടെ ടോപ്പേഴ്സ് എല്ലാവരും ചെയ്തിട്ടുള്ളത് കോംപ്രിഹെൻസീവ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ എങ്ങനെ പഠിക്കുകയാണെങ്കിലും ഇതിന് മുമ്പ് അത് ക്രാക്ക് ചെയ്ത ആൾക്കാർ, ആ എക്സാം ക്വാളിഫൈ ചെയ്ത ആൾക്കാർ, അവരോടൊന്ന് സംസാരിക്കുക. നേരിട്ട് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിലുള്ള ഇൻ്റർവ്യൂസ്, ജെനുവിൻ ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ഒന്ന് കണ്ടു നോക്കുക. എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ അവരുടെ ഒരു ഫ്രീ ടൈം ചോദിച്ചിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ട് അവരുമായിട്ടൊന്ന് സംസാരിക്കുക. ഒരു കോളോ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റോ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് അവർ പഠിച്ചതെന്നൊക്കെ ഒന്ന് ചോദിക്കുക. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്, അയാളെ ചാടിക്കയറി ഒരു തീരുമാനം എടുക്കരുത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കണം നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോഴത്തെ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയം റെയിൽവേയുടെ എക്സാംസിൻ്റെ ഡേറ്റ് വന്നു. അപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി എക്സാംസിൻ്റെയും ഒക്കെ ഒരു സമയമാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളെ ഇതുപോലത്തെ, അപ്പം ഒരു അഡ്മിഷനേക്കാൾ ഉപരി പല കുട്ടികളും പലതരത്തിലുള്ള കൺസേൺസ്, എക്സാമുമായി ബന്ധപ്പെട്ട് ഡൗട്ടുകൾ, മോട്ടിവേഷന് വേണ്ടിയൊക്കെ നമ്മളെ ഓഫീസ് ടീമിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് അറിയാവുന്നതുപോലെ പല കോളുകൾ നമുക്ക് സമയത്ത് തന്നെ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് നമ്മുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഞാനൊരു സോറി പറയുകയാണ്. എല്ലാവരും തിരിച്ച് വിളിക്കുന്നുണ്ടാവും, എല്ലാവർക്കും വേണ്ട അപ്ഡേറ്റ് കിട്ടുന്നുണ്ടാവും. നിങ്ങൾ ദയവ് ചെയ്ത് അഥവാ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ, നമ്മൾ 2 നമ്പേഴ്സിനും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് ഇട്ടേക്കുക, നമ്മുടെ ടീം റിപ്ലൈ തരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കുട്ടികളും പല കൺസേൺസുമായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പലർക്കും ഒരു മോട്ടിവേഷൻ ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ സംഗീത മാഡം ഒക്കെ ഒരുപാട് എഫേർട്ട് എടുത്ത് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഡിലേ ഉണ്ടാവും.
അപ്പോൾ അത് ഞാൻ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു സോറി പറയാണ്. പക്ഷേ എല്ലാവർക്കും ഒരു അപ്ഡേറ്റ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ കൂട്ടി പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ലോങ് ടേം ബാച്ചസ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരീക്ഷയല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മൾ വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും കൂടി ഒരു കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷനാണ് നടത്തേണ്ടത്. നമുക്ക് ഏത് എക്സാം വരുമ്പോഴും ഒരുമിച്ച് നേരിടാം. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയ നിങ്ങളുടെ കുറച്ച് കൺഫ്യൂഷൻസും ടെൻഷനും എങ്കിലും മാറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.